ഇന്നത്തെ കോളേജ് കുട്ടികളുടെ ഇടയിലും 11th and 12th പഠിക്കുന്ന സ്കൂൾ കുട്ടികളുടെ ഇടയിലൊക്കെ നൈറ്റ് ലൈഫിന് ഭയങ്കരമായിട്ട് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് എത്രത്തോളം അവരുടെ ഹെൽത്തിനെ ബാധിക്കുന്നു? അത് രണ്ടായിട്ട് നമ്മൾ കാണണം. ഒന്ന് നൈറ്റ് ലൈഫ് എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് പകൽ സമയം ഇല്ലെങ്കിൽ രാത്രിയിൽ അവർ പോയിട്ട് ഡാൻസ് കളിക്കുന്നതിനോ അല്ലെങ്കിൽ അവർ ഫ്രണ്ട്സിനായിട്ട് കറങ്ങുന്നതിനോ പറ്റുന്ന ഒരു ഏജ് ആണെങ്കിൽ അതിൽ കുഴപ്പമില്ല. പക്ഷേ അതിന്റെ കൂടെ നമ്മൾ ഹൈ കാലറി ഫുഡ് കഴിക്കുക, ഫ്രൈസ് കഴിക്കുക, അതിന്റെ കൂടെ തന്നെ ഒരുപാട് പുതിയ നമുക്ക് അറിയാം ഒരുപാട് ഷുഗറി ബീവറേജസും ഷുഗറി കേക്ക്സും ഒക്കെ ഉണ്ട്. ഇതൊക്കെ കൂടുതൽ കഴിച്ചാൽ അത് നമ്മുടെ ഒബീസിറ്റിക്കും അതിന്റെ ഭാഗമായിട്ട് ഡയബറ്റീസിനും ഹാർട്ട് ഡിസീസിനും ഒക്കെ കാരണമാണ്. അപ്പോൾ നിങ്ങൾ നൈറ്റ് ലൈഫ് ആഘോഷിക്കേണ്ടെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ അത് റെസ്പോൺസിബിൾ ആയിട്ടാണ് ആഘോഷിക്കേണ്ടത്. ഫുഡ് കൺട്രോൾ ചെയ്യണം. പിന്നെ ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ ഉറക്കം എന്ന് പറയുന്നത്. ഒരാളുടെ ഹെൽത്തിന് ഒരു 6 മണിക്കൂർ ഉറക്കം നിർബന്ധമാണ്. ആ ഉറക്കത്തിന്റെ ടൈം തന്നെ നമ്മളൊരു 10 മണി to 5 മണിയുടെ ഉള്ളിലാണെങ്കിലാണ് നമ്മുടെ ശരീരത്തിലുള്ള ഹോർമോൺസ് കൃത്യമായി വർക്ക് ചെയ്യുള്ളൂ. നമ്മുടെ ഹാർട്ടിന്റെ ശരീരത്തിന്റെ ഒരു റിതം ഉണ്ട്, ഇത് സിർക്കാഡിയൻ റിതം എന്ന് പറയും. ഈ റിതം ശരിക്ക് വർക്ക് ചെയ്ത് നമുക്ക് റെസ്റ്റ് കിട്ടി നമ്മുടെ ബോഡിയിലുള്ള ഹോർമോൺസ് എല്ലാം വന്ന് നമ്മൾ ഹെൽത്തി ആയി മാറുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉറക്കം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്ന് മാത്രമല്ല ടൈമിലി ഉറക്കം ഇമ്പോർട്ടൻ്റ് ആണ്. ആ കിട്ടുന്ന ഉറക്കം നല്ല ഗാഢമായ ഉറക്കം കിട്ടണമെങ്കിൽ നമ്മൾ ഒരിക്കലും അതിൻ്റെ ഇടയിൽ കുറേ നേരം TV കണ്ടു, കുറേ മൊബൈൽ സ്ക്രോൾ ചെയ്തു, അങ്ങനെ ഉറക്കം കിട്ടിയാൽ അതൊരു ഇഫക്റ്റീവ് ഉറക്കമാവില്ല. കിട്ടേണ്ട ഉറക്കം വളരെ പീസ്ഫുൾ ആയിട്ട് തന്നെ ഉറക്കം കിട്ടും.